ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബജാജ് ഡോമിനർ 2019 സൈലൻസറിൽ വരുന്ന ബ്രൗൺ കളർ, തുരുമ്പ് പോലെ ഇരിക്കുന്ന കളർ, അതെങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മുടെ എൻജിൻ ഗാർഡ് ഊരി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻജിൻ ഗാർഡ് ഊരാനായിട്ട് നമുക്ക് ആലൻ കീസ് ടൂൾ വേണം. ആലൻ കീ ടൂൾ നമ്മുടെ വണ്ടിയുടെ ടൂൾ ബോക്സിൽ തന്നെ ഉണ്ട്. സീറ്റിൻ്റെ അടിയിൽ നിന്ന് ടൂൾ ബോക്സിനകത്തുനിന്ന് കിട്ടുന്നതാണ് ആലൻ കീ. അപ്പോൾ എങ്ങനെയാണ് ഊരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വീഡിയോ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ മൊത്തം 4 ആലൻ കീ സ്ക്രൂസാണ് വരുന്നത് എൻജിൻ ഗാർഡിൽ. ഒന്ന് വന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ, ഓക്കെ ഞാൻ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് വന്നു. ഓക്കെ, വണ്ടിയുടെ റൈറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്, ഒരു ആലൻ കീ സ്ക്രൂ ഉണ്ട്. പിന്നെ എൻജിൻ ഗാർഡിൻ്റെ സെൻറ്ററിലായിട്ട് 2 ഉണ്ട്. പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരെണ്ണമുണ്ട്. വണ്ടിയുടെ എന്ത് ഭാഗം വരുമ്പോഴും സൂക്ഷിക്കുക, ഓർത്ത് വെക്കുക. ഇപ്പോൾ ഞാനത് സ്ക്രൂ ഊരിയപ്പോൾ ഒരു ബുഷ് താഴെ പോയി, അവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഓർത്ത് വെക്കണം. അവിടെ നിന്ന് അത് അടർന്നു പോകുന്നതെന്നൊക്കെ. അല്ലെങ്കിൽ വണ്ടി ഫുള്ള് രണ്ടാമത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ ഒരു ബുഷ് അവിടെ ബാക്കി കിടക്കുന്നുണ്ടല്ലോ, അത് എവിടെ നിന്ന് പോകുന്നതാണെന്ന് ഓർക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി വണ്ടിയുടെ ഏത് പാർട്സാണ് ഊരണത്, അത് എവിടെ നിന്നാണ് ഊരുന്നത്, എന്തൊക്കെ അതിൻ്റെ കൂടെ അഴിഞ്ഞു വരുന്നുണ്ട്, എല്ലാം സൂക്ഷിച്ച് ഓർത്ത് വെക്കുക. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഒരു സ്ക്രൂ കൂടെ ഉണ്ട് ഊരാൻ. ഓക്കെ, അവനെ ഊരി. ഓക്കെ, എൻ്റെ എൻജിൻ ഗാർഡ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വലിയ അഴുക്കില്ല, ഇടക്കിടക്ക് ക്ലീൻ ചെയ്യണമുണ്ട്, ഇടക്കിടക്ക് ഊരി ക്ലീൻ ചെയ്യണമുണ്ട്, വലിയ സീനില്ല. നിങ്ങളെന്തായാലും ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം, നല്ലതാണ്. കാരണം കേട്ടോ, സൈലൻസറിൻ്റെ ആ കോലം നോക്കി, ബ്ലാക്ക് കളറിൽ ഇരുന്ന സാധനം കൊണ്ട് മേടിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ടൈഡാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ടൈഡ് കിട്ടുന്നുള്ളൂ, അല്ലെ ടൈഡിൻ്റെ പരസ്യമാണെന്ന് വിചാരിക്കുന്നത് പ്ലീസ്. അപ്പോൾ കുറച്ച് സോപ്പ് പൊടി എടുക്കുക. ഇനി എന്തെങ്കിലും പഴയ ബ്രഷ് എടുക്കുക, ടൂത്ത് ബ്രഷ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ബ്രഷ് ഇടാം കേട്ടോ, ഞാൻ പഴയ ബ്രഷ് ഇട്ടാൽ പണികൾ. ഇച്ചിരി വെള്ളം മിക്സ് ചെയ്യുക, നൈസായിട്ട് ആ സോപ്പ് പൊടിയിൽ ടച്ച് ചെയ്യുക, സോപ്പ് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഉരക്കുക. കുറച്ച് നേരം ഉരക്കണം കേട്ടോ. കുറച്ച് നേരം ഉരച്ച് കഴിയുമ്പോൾ ഫുള്ള് കളറ് നിങ്ങൾക്ക് മനസ്സിലാവും, ബ്ലാക്കായി വരുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും അധ്വാനത്തിന് ഫലം കാണിച്ചു തുടങ്ങി. കുറച്ച് നേരം ഉരച്ച് കഴിയുമ്പോൾ ബ്ലാക്കാവും. വണ്ടി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന എങ്ങനെ കളർ ഇരുന്ന് വെച്ചാൽ അതേപോലെ ആയിക്കോളും. പക്ഷേ നല്ലപോലെ കുറച്ച് നേരം ഉരക്കണം കേട്ടോ. നമുക്കൊന്ന് തുണി കൊണ്ട് തുടച്ച് അതൊന്ന് ക്ലീനാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കളറായിരുന്നല്ലേ അത്, ബ്രൗണിൽ നിന്ന് ബ്ലാക്കായി.
ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ കളറിലേക്ക് ഇത് തിരിച്ച് കിട്ടുമെന്ന് പണി തുടങ്ങിയപ്പോൾ. പക്ഷേ കളർ മാറണ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൊള്ളാം, സംഭവം വർക്കൗട്ട് ആയല്ലോ. ഇനിയിപ്പോൾ നൈസായിട്ട് ഇങ്ങനെയുണ്ട്, ഉഷാറായില്ലേ? സത്യത്തിൽ ഉഷാറായി. ഇനി എൻജിൻ കാർഡിൽ പണിയാം. എൻജിൻ കാർഡിൽ കുറച്ച് ചെടിയുണ്ട്, അതൊന്ന് ഇച്ചിരി സോപ്പ് പൊടിയൊക്കെ വെള്ളമൊക്കെ മിക്സായി ഫുൾ കോമിക്കായി. എന്നാലും കുഴപ്പമില്ല, എൻജിൻ കാർഡും കൂടി ഒന്ന് ക്ലീൻ ആക്കിയേക്കാം. എന്തായാലും തുറന്നല്ലേ, ഒന്ന് ചുടച്ച് നൈസാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കാം. ഒരുപാട് ടൈം എടുക്കുന്ന വീഡിയോ അതുകൊണ്ട് ഞാൻ അധികം ബോറടിപ്പിക്കാത്ത പെട്ടെന്ന് ഫാസ്റ്റാക്കി കാണിക്കണതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.